ഹായ് വ്യൂവേഴ്സ്, മഷ്റൂം വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഗുണമേന്മയുള്ള കൂൺവിത്ത് വിശ്വസനീയമായ സ്ഥലത്ത് നിന്ന് അത് എങ്ങനെ ഗുണമേന്മയുണ്ട് എന്നുള്ളതും വിശ്വസനീയമായ സ്ഥലം എവിടെയാണ് എന്നുള്ളതിനും എല്ലാവർക്കുമുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മുക്കം മുനിസിപ്പാലിറ്റിയിലെ ബെൻഡ് പൈപ്പ് അല്ലെങ്കിൽ വൈ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന പാലത്തിന്റെ തൊട്ടരികിലുള്ള ഫൈറ്റോക്രോം ബയോസയൻസ് എന്ന ഷോപ്പിലാണുള്ളത്. നമുക്ക് ഈ സ്ഥാപനത്തിന്റെ ഫൈറ്റോക്രോം ബയോസയൻസിന്റെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. ജോയൽ ജേക്കബ്. ഓക്കെ, എന്താണ് ഈ കൂൺകൃഷിയുമായിട്ട് ഇവിടെ ഈ ഫൈറ്റോക്രോം ബയോസയൻസ് നടക്കുന്നതെന്ന് ഇവരുടെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ സിൽജോയോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഫൈറ്റോക്രോം ബയോസയൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂൺ കൃഷി ട്രെയിനിങ്, കൂൺ വിത്ത് ഉൽപാദനം, കൂൺ കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൃഷിക്കാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മലബാറിലെ തന്നെ ഏക സ്ഥാപനമാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഓയിസ്റ്റർ മഷ്റൂം, മിൽക്കി മഷ്റൂം എന്നിവയുടെ വിത്ത് ഉൽപാദനമാണ്. ഓയിസ്റ്റർ മഷ്റൂമിൽ തന്നെ HU, ഫ്ലോറിഡ, പിങ്ക് മഷ്റൂം, അങ്ങനെ എനിക്ക് തോന്നുന്നു 6-7 വെറൈറ്റീസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത് HU, ഫ്ലോറിഡ, പിന്നെ പിങ്ക് മഷ്റൂമാണ്. അത് മാത്രമല്ല മിൽക്കി മഷ്റൂമാണ്. മിൽക്കി മഷ്റൂം ഇപ്പോൾ നമ്മൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിൽ മിൽക്കി മഷ്റൂം ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ കൃഷിക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൃഷിക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് എല്ലാ A to Z ട്രെയിനിങ്. കൃഷി മാത്രമേ ഉള്ളൂ. പിന്നെ വിത്തുൽപാദനം ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് മാത്രം. അതിന് ചെറിയൊരു ഫീസ് നമ്മൾ ഈടാക്കുന്നുണ്ട്. പിന്നെ കൊൺവിത്ത് ഒരു വിത്ത് മുതൽ എത്ര വേണമെങ്കിലും നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഓൾ കേരള മാത്രമല്ല, ഓൾ ഇന്ത്യയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കൊറിയർ വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഫൈറ്റോക്രോം ബയോസയൻസിൽ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ചെയ്യുന്നത്. കൂൺ വിത്ത് ഉൽപാദനത്തിൽ 100% വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള വിത്തുകളാണ് ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂൺ വിത്ത് ഉൽപാദനത്തിൽ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൂൺ മഷ്റൂം ടിഷ്യൂ കൾച്ചറാണ്. രണ്ടാമത്തെ സ്റ്റേജ് മദർ സ്പോൺ പ്രിപ്പറേഷനാണ്. മൂന്നാമത്തെ സ്റ്റേജ് ബെഡ് സ്പോൺ പ്രിപ്പറേഷനാണ്. അതിൽ ടിഷ്യൂ കൾച്ചർ ഇതിൽ നമ്മൾ എടുക്കുന്ന മീഡിയകൾ മാൾട്ട് എക്സ്ട്രാക്ട് അഗാറ്, അതല്ലെങ്കിൽ പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗാറാണ് യൂസ് ചെയ്യാറ്. ആ മീഡിയ ഇതുപോലെ ഒരു പെട്രി ഡിഷിനകത്തേക്ക് ഒഴിച്ച് അതിൽ നമ്മൾ മഷ്റൂമിൻ്റെ ടിഷ്യൂ കട്ട് ചെയ്ത് വെക്കുന്നതാണ് ഈ മഷ്റൂം ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ നെക്സ്റ്റ് മദർ സ്പോൺ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ മദർ സ്പോൺ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ചോളം അല്ലെങ്കിൽ നെല്ല്, ഗോതമ്പ് ഇതൊക്കെയാണ് നോർമലി യൂസ് ചെയ്യാറ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ചോളമാണ്. അപ്പോൾ ഈ ചോളത്തിനകത്തേക്ക് ഈ മദർ സ്പോണിൽ, അതായത് ടിഷ്യൂ കൾച്ചർ ചെയ്ത പ്ലേറ്റിൽ നിന്നും കൾച്ചർ ആഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ മദർ സ്പോൺ എന്ന് പറയപ്പെടുന്നത്. ഈ മദർ സ്പോണിൽ നിന്നാണ് നെക്സ്റ്റ് നമ്മൾ കൂൺ വിത്ത്, അതായത് ഫസ്റ്റ് ജനറേഷൻ F1 ജനറേഷൻ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് എത്ര കാലം വരെ നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ അങ്ങനെ പറ്റുക? അതായത് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച നോർമൽ ടെമ്പറേച്ചറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജൊന്നും ഇല്ലാതെ. ഫ്രിഡ്ജിലാണ്. അതിൽ കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1 month വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അടിയിൽ വെജിറ്റബിൾ വെക്കുന്ന തരത്തിൽ. ഓക്കെ. കൂൺ വിത്ത് ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഫെസിലിറ്റീസും ഈ മെഷീനറീസും എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മൾ മീഡിയ പ്രിപ്പയർ ചെയ്യുന്ന റൂം. ടിഷ്യൂ കൾച്ചർ ആവശ്യത്തിന് വേണ്ടി മീഡിയ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. അതിനുവേണ്ടിയുള്ള ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ആണ് ഇത്. പിന്നെ ഇത് ഹോട്ട് എയർ ഓവൻ, നമ്മൾ പ്ലേറ്റും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും ഡ്രൈ ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് ഇത്. വെയിം ബാലൻസ്, ഇത് നമ്മുടെ വാട്ടർ ബാത്ത്, അതായത് മീഡിയ മെൽറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇതാണ് അടുത്ത സ്റ്റേജ്. ഇതിലാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഓട്ടോക്ലേവ്. ഇതാണ് നമ്മുടെ ടിഷ്യൂ കൾച്ചർ ലാബ്. ഇതിനകത്ത് ഇത് ലാമിനാർ എയർ ഫ്ലോ, ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ മഷ്റൂമിനെ ടിഷ്യൂ കട്ട് ചെയ്ത് കൾച്ചർ ചെയ്യുന്ന ലാമിനാർ ഫ്ലോ ആണിത്. ഇത് സ്പോൺ ഉണ്ടാക്കാൻ വേണ്ടി 300 ഗ്രാമിന്റെ
ഇതില്, അതായത് 6/10 കവറാണ്. അതിൽ നമ്മൾ ചോളം കാൽസ്യം കാർബണേറ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് ഇത്. ഇതാണ് നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓട്ടോക്ലേവ് ആണിത്. നമ്മുടെ കോൺ വിത്ത് ഉൽപാദനത്തിന്റെ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഇതാണ് ഇത്. എത്ര ടൈമാണ് ഇതിലിപ്പം വെക്കേണ്ടത്? ഇതിൽ 2 hour ആണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. എത്ര എണ്ണം വരെ വെക്കാം ഇതില്? ഇതിലൊരു 200 എണ്ണം, അതായത് 200 എണ്ണം ഇതിനകത്ത് വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇനോക്കുലേഷൻ റൂം. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുത്തു, നമ്മുടെ ആ ചോളം സ്റ്റെറിലൈസ് ചെയ്തെടുത്തു, 300 gram ചോളം. അത് നമ്മൾ അതിലേക്ക് മദർ സ്പൂൺ ആഡ് ചെയ്യുന്ന സ്ഥലമാണിത്. ഇനോക്കുലേഷൻ റൂം എന്ന് പറയും. അതിന് നമുക്ക് ഒരു സ്റ്റെറൈൽ ഏരിയ ആവശ്യമാണ്. ആ സ്റ്റെറൈൽ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഈ കാണുന്ന ലാമിനാർ എയർ ഫ്ലോ ചേംബർ എന്ന് പറയും. ഇതിനകത്ത് ഒരു ലൈറ്റ് ഫ്ലോ എപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു പാർട്ടിക്കിളും ഉള്ളിലേക്ക് കിടക്കില്ല. നമ്മുടെ ഏതൊരു മൈക്രോബയോളജി ലാബിന്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഷനാണിത്. കണ്ടാമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനം വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ് കൂടിയേ തീരും. അപ്പോൾ നമ്മുടെ സ്പോൺ പ്രൊഡക്ഷനിലും അത്യാവശ്യം വേണ്ട, ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ലാമിനാർ എയർ ഫ്ലോ ചേംബർ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിനുള്ളിൽ ഒരു ഏരിയ ഉണ്ട്, അത് സ്റ്റെറൈൽ ഏരിയ ആണ്. സ്റ്റെറൈൽ ഏരിയയിൽ നിന്ന് നമുക്ക് ഇനോക്കുലേറ്റ് ചെയ്താൽ മാത്രമേ കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള സ്പോൺ നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ലാമിനാർ എയർ ഫ്ലോ ചേംബർ. ഇവിടെയാണ് നമ്മുടെ ഇനോക്കുലേഷനും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരെ കൾച്ചർ റൂമിലേക്ക് മാറ്റും. ഇതാണ് നമ്മുടെ ഇൻക്യുബേഷൻ റൂം. നമ്മൾ അവിടുന്ന് ലാമിനാർ എയർ ഫ്ലോ ചേംബറിൽ നിന്നും അത് ഇനോക്കുലേറ്റ് ചെയ്ത് നമ്മുടെ സ്പോണ് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി 14 ദിവസം വെക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ്. 14 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ബെഡ് സ്പോൺ റെഡിയാവും. ബെഡ് സ്പോൺ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല ടഫായിട്ട് നല്ല കല്ല് പോലെ ഇരിക്കും. ഇപ്പം എന്തെങ്കിലും കണ്ടാമിനേഷൻ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഗ്രീൻ കളറൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മാറ്റണം, എത്രയും പെട്ടെന്ന് മാറ്റണം. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമ്മുടെ ഇൻക്യുബേഷൻ റൂമിൽ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. 14 ദിവസം കൊണ്ട് നമ്മുടെ സ്പോൺ റെഡിയാവും. 15ാമത്തെ ദിവസം മുതൽ നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നമ്മളെ ഫൈറ്റോക്രോം ബയോസയൻസിന്റെ A to Z, അത് ആദ്യം മുതൽ അവസാനം വരെ ഏത് രീതിയിലാണ് കൂൺ വിത്ത് ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. യാതൊരു കണ്ടാമിനേഷനും ഇടയില്ലാത്ത രീതിയിലാണ് ഇവർ ഓരോ കൂൺ വിത്തും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂൺ വിത്തിൽ കണ്ടാമിനേഷൻ എങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്പെസിഫിക് അറിയാൻ കഴിയുക? കളർ ചേഞ്ച് ആണോ? കളർ ചേഞ്ച്. അപ്പോൾ നമ്മളൊരു സ്പോൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കളർ നമ്മൾ നോക്കുക. ഇപ്പം എന്തെങ്കിലും ബ്ലാക്ക് കളറാണോ, ഗ്രീൻ കളറാണോ, റെഡ് കളറാണോ, ചിലപ്പോൾ പിങ്ക് കളർ വരും, ഓറഞ്ച് കളർ വരും. അപ്പോൾ ഇങ്ങനെ 3-4 കളർ ഞാൻ പറഞ്ഞു. അതിനകത്ത് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ, ഇത് രണ്ടും ആണെങ്കിൽ അത് കണ്ടാമിനേഷൻ ആയി. അത് നമുക്ക് ആ കൂൺ വിത്ത് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ പരിസരത്തെ അടുപ്പിക്കരുത്, അപ്പോഴേ തന്നെ അത് കണ്ടാമിനേറ്റ് ചെയ്ത് ഒഴിവാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. മൈക്രോബയോളജി ആണ്, നമ്മൾ കാണൂല, മൈക്രോബ്സിനെ നമ്മൾ കാണൂല, ഒരു സ്പോർ പോലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഒരെണ്ണം അങ്ങാനും നമ്മുടെ അടുത്ത ഇതിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ അതും കണ്ടാമിനേഷൻ വരും. ചില സമയത്ത് നമുക്ക് വിത്ത് കിട്ടുമ്പോൾ ലൈറ്റ് യെല്ലോ കളർ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളറിൽ കാണാൻ പറ്റും. അത് നമുക്ക് കൃഷിയോഗ്യമാണ്. കാരണം അത് ചില സമയത്ത് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ എൻസൈം പ്രൊഡക്ഷനിൽ വരുന്ന വേരിയേഷനാണ് ഈ കളർ വേരിയേഷൻ വരുന്നത്. അപ്പോൾ അത് കണ്ടാമിനേഷൻ അല്ല, അത് നമുക്ക് ഉറപ്പായിട്ടും കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കൂൺ വിത്തിന്റെ വിൽപ്പന എങ്ങനെയാണ്? ഈ ലോക്കൽ ഏരിയയിലാണോ അല്ലെങ്കിൽ വേറെ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന ഏത് ഏരിയയിലാണ്? അതായത് ലോക്കൽ ഏരിയനേക്കാളും കൂടുതലായിട്ട് കേരളത്തിന്റെ പല ഭാഗത്ത്, അതായത് ട്രിവാൻഡ്രം, കൊല്ലം ആ സൈഡിലേക്കാണ് കൂടുതലായിട്ട് നമ്മുടെ വിത്തുകൾ പോകുന്നത്. അതുകൂടാതെ ഓൾ ഇന്ത്യയിലും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലേക്കൊക്കെ കൊറിയർ ആയിട്ടാണ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. സ്ഥലങ്ങളിലേക്കൊക്കെ കൊറിയർ ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആളുകൾ അറിഞ്ഞു തന്നെയാണ് നമ്മുടെ വിത്തുകൾ കൂടുതലും പോകുന്നത്. ഓക്കെ, ഫൈറ്റോക്രോം ബയോസയൻസ് എന്ന് പറഞ്ഞാൽ കൂൺ വിത്ത് പ്രൊഡക്ഷൻ മാത്രമല്ല, അതിനുപരിയായിട്ട് വേറെയും പല പരിപാടികളും ഉണ്ട്. അതിന്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ളതും ഒന്നുകൂടി നമ്മൾ ഡോക്ടറോട് ചോദിച്ചു. നമ്മൾ ഒരു 8 വർഷം മുന്നേ ഈ ഫൈറ്റോക്രോം ബയോസയൻസ് എന്ന ഒരു സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ടർ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാബുമായിട്ടാണ്. ആദ്യമേ വാട്ടർ ടെസ്റ്റിങ്ങുമായിട്ട് ഉള്ള എല്ലാം സെറ്റായി. വാട്ടർ ടെസ്റ്റിംഗ് ഇപ്പം നടക്കുന്നുണ്ട്. കൃഷി ശാസ്ത്രീയമാക്കാന്നുള്ള രീതിയിൽ നമ്മൾ സോയിൽ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. സോയിൽ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. റബ്ബർ ബോർഡിന്റെ ഒരു അപ്രൂവലും കിട്ടി. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഏക പ്രൈവറ്റ് ലാബാണ്. റബ്ബർ ബോർഡ് അപ്രൂവ്ഡ്
DRC ടെസ്റ്റിംഗ് testing. അപ്രൂവ്ഡ് ലാബാണ് നമ്മുടെ. പിന്നെ വാട്ടർ ടെസ്റ്റിംഗ് വാട്ടർ ടെസ്റ്റിംഗ് ഉണ്ട്. വാട്ടർ ടെസ്റ്റിംഗ് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അപ്രൂവ്ഡ്. ഇതൊക്കെയാണ് ഫൈറ്റോക്രോമിന്റെ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട അല്ലാത്ത കർഷകർക്ക് പ്രയോജനമുള്ള പല പരിപാടികളും ഇവിടെ ആസൂത്രണം. ഇനിയും വേറെയും പല പരിപാടികളും ഇവരെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നല്ല സക്സസ് ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, കൂൺവിത്തിന്റെ ഉൽപാദനത്തെ പറ്റിയും ആദ്യം മുതൽ അവസാനം വരെയും അതോടൊപ്പം തന്നെ ഗുണമേന്മയെ പറ്റിയും ഷൂട്ട് ചെയ്ത ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമന്റുകളോ ഉണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.